Hi guys, welcome to Shanks Info. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫോർച്യൂണറിന് നിങ്ങൾക്കറിയാൻ പറ്റും നമുക്ക് ടയർ പ്രഷർ മോണിറ്ററിങ് സിസ്റ്റം ഇല്ല, വണ്ടിയുടെ ഒപ്പം വരുന്നതില്ല. അപ്പം ഞാനൊരു അഡീഷണൽ TPMS ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് സെൻസേറി എന്ന് പറഞ്ഞ ഒരു ഡിവൈസാണ്. അത് ഇൻറ്റേർണൽ TPMS ആണ്. എക്സ്റ്റേണലൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ശരിക്കും പറഞ്ഞാൽ വർക്ക് ചെയ്യണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ നോബ് വരുന്നത്. ഇത് നമ്മുടെ ടയറിൻ്റെ ഇൻസൈഡാണ് മൗണ്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ഫിക്സ് ചെയ്തിട്ട് 2019 ഫിക്സ് ചെയ്തേക്കുന്നത്. ഈ ഒരു സെക്ഷനാണ് എൻ്റെ വാൽവിൻ്റെ സ്റ്റെം വരുന്നത്. ബാക്കിയുള്ള നമ്മുടെ സെൻസറൊക്കെ നമ്മുടെ ടയറിനകത്താണ്, അലോയ്സിനകത്താണ്. ഓക്കെ, അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ എന്തായാലും ഈ ടയർ റിമൂവ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ ഏകദേശം 2019 മേടിച്ചത്. 2019 മേടിച്ചിട്ട് ഇപ്പോൾ 2024 ആയി. ഏകദേശം ഒരു 4 ഇയേഴ്സൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ കണക്ടിവിറ്റി ഏകദേശം തീരാറായി. ഓക്കെ, അവർ പറഞ്ഞ ബാറ്ററി ലൈഫ് ഏകദേശം ഒരു 5 ഇയേഴ്സാണ്. പക്ഷേ എനിക്കൊരു 4 ഇയേഴ്സ് ആയപ്പോൾ തന്നെ, ഒരു 4.5 ഇയേഴ്സ് ആയപ്പോൾ തന്നെ കട്ട് ഓഫ് ആയി. നിങ്ങൾക്ക് ഇൻറ്റേർണലായിട്ട് TPMS വരുന്ന 2-3 ഓപ്ഷൻസേ ഉള്ളൂ. ഒരെണ്ണം സെൻസേറിയാണ് എന്നിട്ടുള്ളൂ. അപ്പോൾ പുതിയ സെൻസറിയുടെ കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആണ് വാൽവോ സെൻസേഴ്സൊക്കെ. അപ്പോൾ അതിന് ഏകദേശം നമുക്ക് 5 സെൻസേഴ്സ് ആകുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 7,500 തന്നെ വരും, ആമസോണിലൊക്കെ നോക്കുവാണെങ്കിൽ. പിന്നെ അവരുടെ ഡിസ്കൗണ്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എന്തായാലും ഒരു 7,000 അടുപ്പിച്ച് തന്നെ വരും. 5 സെൻസേഴ്സ് നമ്മൾ മേടിക്കുവാണെങ്കിൽ സ്പെയർ ടയറിന് ഉൾപ്പെടെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് 7,000 ബിലോ വരുന്നുള്ളൂ 4 സെൻസേഴ്സ് ആണെങ്കിൽ, നിങ്ങൾ സ്പെയർ ടയറിൽ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും സ്പെയർ ടയറിലും കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ രണ്ടാമത്തത് ബോഷാണ്. ബോഷിന് ഏകദേശം ഒരു 6,500 വരും. അതും ഏകദേശം ഒരു 4 സെൻസേഴ്സാണ്. പിന്നെ വരുന്നത് നമുക്ക് ഈ ട്രീൽ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് JK ടയറിൻ്റെ സ്മാർട്ട് TPMS എന്ന് പറഞ്ഞിട്ട് വരുന്നത്. ഓക്കെ, സ്മാർട്ട് ടയേഴ്സിന് JK ടയേഴ്സിൻ്റെ മാത്രമായിട്ടാണ് വരുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ മേടിക്കണമെങ്കിൽ മേടിക്കാം, എന്നിട്ട് ലോക്കൽ ടയർ ഷോപ്പിൽ ചെന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് JK ടയർ ഷോറൂംസിൽ പോയിട്ട്, അതായത് എക്സ്ക്ലൂസീവ് JK ടയർ മാത്രം ഡീൽ ചെയ്യുന്ന ഷോറൂംസിൽ പോയിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ഡിവൈസ് ഉണ്ടാകും. അവർ തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മുടെ ടയറും കൂടി ബാലൻസ് ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ ഇത്തവണ നമ്മൾ ഈ സെൻസേറി മാറ്റിയിട്ട് നമ്മൾ JK ടയറിൻ്റെ സ്മാർട്ട് ടയറിൻ്റെ ഡിവൈസാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അത് നമുക്ക് ആ ഇൻസ്റ്റലേഷനും ബാലൻസിങ്ങും സെക്ഷനും ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻസ്റ്റലേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇൻസ്റ്റലേഷനൊക്കെ കഴിഞ്ഞ്
ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ആപ്പ് സ്റ്റോറിൽ ചെന്നിട്ട് സ്മാർട്ട് കാർ ആൻഡ് ടയർ എന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഓരോ സെൻസേഴ്സിൻ്റെ QR കോഡ് വെച്ചിട്ട് പെയർ ചെയ്യണം. ഓക്കെ, എന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ആപ്പ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മാർട്ട് ടയർ JK ടയറിൻ്റെ ആപ്പ് വരും. ആപ്പ് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാം ഫൈനൽ സ്റ്റേജിൽ വരുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ഒരു സ്ക്രീൻ ആയിരിക്കും വരുന്നത്. നമുക്ക് പ്രഷറും കാണിക്കും, നമുക്ക് ടെമ്പറേച്ചറും കാണിക്കും ഓരോ സെൻസേഴ്സിലും. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി സ്പെയർ ടയറും കൂടി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ടോപ്പ് സൈഡിൽ നോട്ടിഫിക്കേഷൻസ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര ടൈമിനാണ് നിങ്ങൾക്ക് എന്തെങ്കിലും നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട് നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ആ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസും കാണിക്കും. പിന്നെ ഓരോ ടയർ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും ആ ടയറിൻ്റെ പ്രഷറും ആ ഡേറ്റ്സും എത്ര പ്രഷർ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കാണിക്കും. നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ടയർസ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ടോപ്പിൽ. അത് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോഴും അതിൻ്റെ ഇൻഡിവിജ്വൽ കളേഴ്സായിട്ട് അതിൻ്റെ ഗ്രാഫും കൂടി നമുക്ക് കാണിക്കും. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ബാക്കിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ മെയിൻ സ്ക്രീനായിട്ട് വരും. ഇതിപ്പോൾ നമ്മൾ പ്രഷറൊക്കെ അടിക്കുന്നതിന് മുമ്പുള്ള ഒരു സ്ക്രീനാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാം റെഡായി കിടക്കുകയാണ്, ലോ പ്രഷറാണ്. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അലേർട്ടും വരും നിങ്ങളുടെ മൊബൈലിലേക്ക്. ഓക്കെ, ലോ പ്രഷർ ആകുമ്പോൾ തന്നെ ഇൻസ്റ്റൻ്റായിട്ട് അലേർട്ടും വരും. പിന്നെ ഇതിനകത്ത് അഡീഷണൽ ഓപ്ഷൻസ് എന്ന് പറയുകയാണെങ്കിൽ എക്സ്പെൻസ് ആഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് പ്ലസ് സൈൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും മെയിൻ സ്ക്രീനിൽ എക്സ്പെൻസ് ആഡ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾക്ക് പാർക്കിംഗ് ടിക്കറ്റോ അങ്ങനെ ഇൻഷുറൻസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആഡ് എക്സ്പെൻസ് പോലെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെയും പ്ലസ് സൈൻ അടിക്കുമ്പോഴത്തേക്കും നമുക്ക് വരുന്ന വേറെ ഒരെണ്ണം വെച്ചിട്ടുണ്ടെങ്കിൽ റീഫ്യൂലിംഗ് ആണ്. റീഫ്യൂലിംഗ് ഓപ്ഷനിൽ നിങ്ങൾ ഓരോ ടൈം നിങ്ങളുടെ ടാങ്ക് ഫുൾ ആക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഡീസൽ അടിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ ഡാറ്റയും കൂടി എൻ്റർ ചെയ്യാൻ പറ്റും. സെൻസേറിയൻ്റെ പഴയ ആപ്പിലൊന്നും ഇത്ര ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് നമുക്കൊരു നോട്ടിഫിക്കേഷനും ഇതൊക്കെ മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ ഈ ആപ്പിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ടയേഴ്സ് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യാം. അതിനകത്ത് ടയേഴ്സ് എടുത്ത് കഴിഞ്ഞാൽ സെറ്റിങ്സിൽ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ടയർ പ്രഷറിൻ്റെ എത്ര നിങ്ങൾക്ക് അലേർട്ട് വരണം, എത്ര പ്രഷറിൽ അലേർട്ട് വരണം, എത്ര ടെമ്പറേച്ചറിൽ നമുക്ക് അലേർട്ട് വരണം, ഇതൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സെൻസേറിയിൽ ഈ റീഫ്യൂലിംഗ് എക്സ്പെൻസ് അങ്ങനത്തെ അഡീഷണൽ ഫീച്ചേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ JK ടയറിൻ്റെ സ്മാർട്ട് ടയറിൻ്റെ ആപ്പിൽ ഇത്രയും ഫീച്ചേഴ്സ് നമുക്ക് അഡീഷണലി കിട്ടുന്നുണ്ട്. ഞാനൊന്നും ട്രൈ ചെയ്തിട്ടില്ല, കാരണം ജസ്റ്റ് ഞാൻ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ഒരു കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടോട്ടലായിട്ട് ഫൈനലായിട്ട് എമൗണ്ട് വന്നേക്കണേ 3500 റുപ്പീസാണ്. അതായത് നമ്മൾ 5 സെൻസർ ഫിക്സ് ചെയ്യുകയും ചെയ്തു, 5 വീൽസും നമ്മൾ ബാലൻസ് ചെയ്ത് നമ്മുടെ എയർ അടിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് അതിൻ്റെ കോസ്റ്റ് വന്നേക്കണേ. 3500 ആണ് നമുക്ക് ടോട്ടലായിട്ട് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് സെൻസേറിയൊക്കെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടി നമുക്ക് അഫോർഡബിൾ കൺസെപ്റ്റിലേക്ക് മാറുകയാണ് ഈ JK ടയറിൻ്റെ സ്മാർട്ട് ടയർ സെൻസർ. ഓക്കെ, ഇതിപ്പോൾ അവർ പറയുന്ന വാറണ്ടി 5 ഇയേഴ്സ് അപ് ടു 5 ഇയേഴ്സാണ് വാറണ്ടി പറയുന്നത്. അതേപോലെ പൊതുവെ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞ വെഹിക്കിൾസിലൊന്നും ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് വീഡിയോ കണ്ടു എങ്ങനെ നമ്മൾ പഴയ സെൻസർ നമ്മൾ പുതിയ സെൻസറിലേക്ക് മാറ്റി JK ടയറിനെ സ്മാർട്ട് ടയർ സെൻസറിലേക്ക് മാറ്റി. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്നും പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്റ്റായിട്ട് JK സ്റ്റോറിൽ ചെന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കണം. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണാം. വാച്ചിങ്. എന്തെങ്കിലും നിങ്ങൾക്ക് ഈ സെൻസേഴ്സിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ കൊടുക്കാം. ഞാൻ മാക്സിമം നേരത്തെ റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.